ശരിക്കല്ലേട്ടാ, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യും പോയി ആരെങ്കിലും. മനസ്സിലായോ? ഇതൊക്കെ ചിരിക്കാനായിട്ട് ഭഗവാനോട് തിരിച്ചു വിട്ടു. ആ ബുദ്ധിക്ക് ബുദ്ധി വന്നു മോനെ. അയ്യോ വേണ്ട തരാൻ നിൽക്കണ്ട. നമ്മളൊന്ന് അലക്കാൻ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണം. അവൻ്റെയൊക്കെ ഗ്യാങ്ങുകളാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതിനെ തൊട്ടതിന് നമുക്ക് പേരുണ്ടാവുന്നത്. നമ്മൾ കിട്ടുന്ന പറയും പുള്ളിക്കതൊന്നും പ്രശ്നമില്ലടാ. അതൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളോ അവനെ. സ്റ്റാൻഡ് ഇടാൻ പറ്റ പാട് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്. ഇതൊക്കെ കിട്ടൂല. നമ്മുടെ കാശിൽ കൊടുക്കണം. വണ്ടിയുടെ പോടാ, വണ്ടിക്കട നോക്കി നോക്കിയോ. കാറൊക്കെ ചേർന്ന് തന്നെ ഉണ്ട്. എപ്പ വീഴുന്ന് പറയാൻ പറ്റൂല ഈ സാധനം. എന്റെ അമ്മ ബസ്സൊക്കെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ഷോയാണ്. ഇതുപോലെ ഇറങ്ങും. വണ്ടിക്കടി പോയാൽ മതി. വണ്ടി വരുമ്പോ പെട്ടെന്ന് ചേട്ടാ മെമ്മറി വേണ്ട, വേഗം വീട്ടിൽ പോ. മെമ്മറി വീട്ടിൽ പോയാൽ ഇപ്പൊ തന്നെ എനിക്ക് കമ്പ്യൂട്ടറിൽ കയറ്റി തന്നിട്ടുണ്ട്. സൂം ചെയ്യണ്ടോ? സുന്ദരത്തനാ നാളെ തന്നെ അവസ്ഥ. പിന്നെന്താ ഇതെന്ത് സാധിച്ചിട്ടായിരിക്കും? ആ ബ്രാൻഡിന്റെ നെയിം നോക്കിയായിരുന്നു. ചേച്ചി രക്ഷപ്പെട്ടു. അമ്മൂമ്മ രക്ഷപ്പെട്ടു. ഇവിടെ റോഡ് വന്ന് ഇടിക്കോ? പുള്ളി സൈക്കിൾ സ്റ്റാൻഡ് ആകുമ്പോഴാണ് പ്രശ്നം. ആൾക്കാർ വിചാരിക്കും
പുള്ളി തണലത്ത് നിൽക്കണത്. ബാലൻസ് ചെയ്യുന്നു, അത് ബാലൻസ് ചെയ്യുന്നുട്ടാ. CD-ലാക്കി തന്നെ കേട്ടോ. ഒരു 700 MB കാണും അത്. ഒരു CD കാണാൻ അഞ്ചുവിന്റെ ആയിട്ടുള്ളൂ. കുറച്ചും കൂടി അങ്ങോട്ട് നടന്ന് നീക്കണം. അവിടെ കാണാം. നമ്മളെ പിന്നെ നമ്മളെ തലയിൽ അതാണ് ഇതിലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കുന്നത് രജിസ്റ്റർ എന്ന് പറയും. പെട്ടെന്നുള്ള വണ്ടിയൊക്കെ ഒന്ന് കയറി പ്രശ്നമായില്ലേ കാണിക്കാൻ നിൽക്കുന്നത്. മറ്റുള്ളവർ ഇതാ പറയുള്ളൂ. തിരിച്ചു പോകുന്നുണ്ടോ ഇങ്ങനത്തെ ഒരു സീൻ അവിടെ കണ്ടോ? പുള്ളി പോയ പോക്കുണ്ട്, അടിപൊളിയായിട്ട്. ഇവിടെ അങ്ങോട്ട് പോയ സീനേ ആളുടെ മുഖം പൊട്ടി ചോര നീ മറ്റേ രണ്ട് സൈഡിൽ നിന്ന് വീണൊക്കെ എടുത്താ. ഇപ്പുറത്തുനിന്ന് വീണ് പിന്നെ അപ്പുറത്ത് തോച്ചിട്ട് രാത്രി ഇത് കാണാനുണ്ട്. രാത്രി നമുക്ക് മേലെ എന്തോ പിടിച്ചു വെച്ചിട്ട് അതിങ്ങനെ കുത്തിക്കൊള്ളുമ്പോഴേ